ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ സൂപ്പർ കപ്പിൽ നടന്ന മത്സരത്തിൽ കരുത്തരായ മോഹൻ ബഗാന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ഗോൾ രഹിത സമനിലയാണ് അവർ വഴങ്ങിയിട്ടുള്ളത്. ഐ ലീഗ് ക്ലബ്ബായ ഡംബോയാണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. ഇത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. ഇതോടുകൂടി അവരുടെ ഗ്രൂപ്പിൽ കാര്യങ്ങൾ സങ്കീർണമാവുകയും ചെയ്തിട്ടുണ്ട്. മോഹൻ ബഗാന് എന്താണ് പറ്റിയത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ട് കൊണ്ട് സമീപകാലത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യയുടെ ദേശീയ ടീമിന് വേണ്ടി ചില താരങ്ങളെ വിട്ടു നൽകാൻ മോഹൻ ബഗാൻ ഒരു ഘട്ടത്തിൽ വിസമ്മതിച്ചിരുന്നു. അതിൻ്റെ പേരിൽ മോഹൻ ബഗാന് വലിയ വിമർശനങ്ങൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരിൽ നിന്നും ഏൽക്കേണ്ടി വന്നിരുന്നു. മാത്രമല്ല, അഹൽ എഫ് എന്ന ദുർബലരായ എതിരാളികളെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് 2 പരാജയപ്പെടുത്താൻ മോഹൻ ബഗാന് കഴിഞ്ഞിരുന്നില്ല. അതായത് കേവലം 3 കോടി രൂപ മാത്രമായിരുന്നു അഹൽ എഫ് ഒരു മാർക്കറ്റ് വാല്യൂ വന്നിരുന്നത്. അതേസമയം മോഹൻ ബഗാന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത് 58 കോടി രൂപയാണ്. ഇത്രയും അന്തരം ഉണ്ടായിട്ട് ഈ ടീമിനെ തോൽപ്പിക്കാൻ പോലും മോഹൻ ബഗാന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇതിന് പിന്നാലെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് 2 നിന്നും മോഹൻ ബഗാൻ പിന്മാറി. അവർക്ക് ട്രാവൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിൽ നിന്നും അവർ പിൻവാങ്ങിയത്. അതുകൊണ്ട് തന്നെ AFCയുടെ ഒരു നടപടി അവരെ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ ഫുട്ബോളിന് തന്നെ നാണക്കേട് സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു ഇത്. സ്വന്തം ആരാധകർ പോലും മോഹൻ ബഗാനെ തെരുവിൽ നേരിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നിരുന്നു. അതായത് ദിമിത്രി പെട്രറ്റോസും അതുപോലെ തന്നെ ജേസൺ കമ്മിങ്സും ഒക്കെ തെരുവിൽ വെച്ചുകൊണ്ട് ആരാധകരോട് വാഗ്വാദം നടത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെ സൂപ്പർ കപ്പിലും മോഹൻ ബഗാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ്. അതായത് ഇന്നലെ ഡംബോ അവരെ സമനിലയിൽ തളച്ചു. വിദേശ താരങ്ങളാൽ സമ്പന്നമായ ഒരു മോഹൻ ബഗാനാണ് അവിടെയുള്ളത്. അവരുടെ മാർക്കറ്റ് വാല്യൂ 58 കോടി രൂപയാണ്. അതേസമയം കേവലം 5 കോടി രൂപ മാത്രമാണ് ഡംബോയുടെ ഒരു മാർക്കറ്റ് വാല്യൂ വരുന്നത്. എന്നിട്ടും അവരെ പരാജയപ്പെടുത്താൻ മോഹൻ ബഗാന് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ഡെർബി മത്സരം ഇപ്പോൾ അവർക്ക് ജീവൻ മരണ പോരാട്ടമായിട്ടുണ്ട്. ആ മത്സരത്തിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ സൂപ്പർ കപ്പിൽ നിന്നും മോഹൻ ബഗാന് പുറത്താവേണ്ടി വരും. അതും അവർക്ക് ഒരു നാണക്കേട് സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഏതായാലും ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് മോഹൻ ബഗാൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. IFA ഷീൽഡ് നേടിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിന് ഒരു റിവഞ്ച് തീർക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ഉള്ളത്. തീപ്പാറും പോരാട്ടമാണ് അടുത്ത സൂപ്പർ കപ്പിലെ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.